ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇൻട്രോ ഒക്കെ ഭയങ്കര ഷോർട്ട് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഒരു കുട്ടി സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം വരുമ്പോഴത്തേനും റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുക, ആൻഡ് ഒരു കുഞ്ഞ് DIY, ഒരു കുഞ്ഞ് ഫ്ലവർ ബൊക്കെയല്ല, ഒരു കുഞ്ഞ് ഫ്ലവർ DIY ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ആൾക്ക് സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കണം, കാരണം ഇന്നലെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചെറിയ ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുട്ടി ഫ്ലവർ ഉണ്ടാക്കാം. പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് വെച്ചിട്ടെന്തെങ്കിലും പരീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു വലിയൊരു ഫ്ലവർ നടുക്കൊരു ലൈറ്റൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഇതെന്താ പെറ്റൽസ്. ഓക്കെ, സോ പെറ്റൽസ് 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 2 ഇപ്പോൾ റെഡി ആയേക്കണത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 1 2 3 4. ഓക്കെ, സോ 4 പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുക. ഇതിനൊന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ ഇതിനൊന്ന് ലെവൽ ചെയ്യുക, എന്നിട്ട് ഇതിനെ നേർപകുതിയാക്കി മടക്കുക. ഇങ്ങനെ നേർപകുതിയായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒന്നെടുക്കുക, ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക, എന്നിട്ട് ഈ ഹാഫ് ആക്കിയ പോർഷനില്ലേ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റർ പോർഷൻ, ആ സെൻറ്റർ പോർഷൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ എടുക്കുക. ഇനി ഇവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത്രയും ലെങ്ത്ത് നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്യാം നമുക്ക്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മേലത്തെ 2 ഇല്ലേ, ഇതിനെ നമുക്കൊന്ന് താഴത്തേക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ താഴത്തേക്കാക്കുക. എന്നിട്ട് ഈ അടി ഉണ്ടല്ലോ, അടിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതിനിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരു ഇതള് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഡബിൾ ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഞാനൊരു ഐ ഷാഡോ കൊടുത്തിട്ടുണ്ട്, ഐ ഷാഡോ പാലറ്റ്. അതിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ഡബിൾ ലെയർ ഫ്യൂസ് ചെയ്യുന്ന രീതിക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇത്ര റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്, ഫ്ലവറിൻ്റെ 2 ലെയർ പെറ്റൽസ് ആയിട്ട്. അപ്പോൾ ഒരു ലെയറിൽ നമുക്ക് വേണ്ടത് 6 എണ്ണവും, ആ ഔട്ടർ മോസ്റ്റ് ലെയറിൽ 8 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ചധികം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം.
നമ്മൾ ഇത്രയും നേരം പെറ്റൽസ് ഉണ്ടാക്കിയ പോലെ 2 പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ലെങ്ത്തിൽ ഉണ്ടാക്കിയാലേ നമുക്ക് ലീഫ് കിട്ടും കേട്ടോ. ഫൈനലി നമ്മൾ ഉണ്ടാക്കിയ എല്ലാത്തിനെയും കൂടെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു LED ലൈറ്റ് എടുത്തിട്ടുണ്ട്. ബേസ് ആയിട്ട് എടുത്തേക്കുന്നത് ഒരു സ്റ്റിക്കാണ്. അപ്പോൾ അതിന്മേൽ ഞാനിത് റോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പെറ്റൽസും ഞാൻ അസംബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിക്കിൽ ഞാനൊരു ഗ്രീൻ പൈപ്പ് ക്ലീനർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പെറ്റൽസും 2 ലെയറായിട്ട് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. ഇതൊരു 2 മണിക്കൂർ പിടിച്ചിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറിലൊക്കെ കഴിയും. ഞാൻ വീഡിയോ എടുക്കണോണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത്ര ടൈം കൺസ്യൂം ചെയ്തത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഉണ്ടാക്കാനായിട്ട്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 മേജർ ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് കുക്കിംഗ് ആണ്, ഒന്ന് റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുക്കിംഗ് ഞാൻ വിചാരിച്ചത് എന്നോട് ഓൾറെഡി മുന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാടൻ ഫുഡൊക്കെ കഴിക്കാൻ ക്രേവിങ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഷ്രിം ഡൈനാമൈറ്റ് സ്റ്റാർട്ടേഴ്സായിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 2 കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ എല്ലാ മസാല സ്പൈസസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ കിച്ചൺ ഭയങ്കര ചെറുതാണെന്ന്. 2 കൂടെ എന്തായാലും എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ റൂമിലാണ് ബീഫ് കറി വെച്ചത്. ആൻഡ് കിച്ചണിലാണ് നമ്മൾ ചിക്കൻ കറിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ബാക്ക് പെയിൻ വന്നു. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാൻ നേരം ഉണ്ടായില്ല. അപ്പോൾ ഒരു പ്ലംസിലും ഒരു വെള്ളത്തിലും അങ്ങോട്ട് ഒതുക്കി. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്താ നടക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ട് കിളി പോയിരിക്കുന്നു. അതുകൊണ്ട് കുക്കിങ്ങിന്റെ ബാക്കിയുള്ള ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഗിഫ്റ്റൊക്കെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബെഡിൽ ബലൂൺസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുട്ടി ബർത്ത്ഡേ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ഫോട്ടോസ് ഞങ്ങളുടെ പോളറൈഡ് പോലെ പ്രിന്റ് ചെയ്തതും പിന്നെ കുറച്ച് ബലൂൺസ് ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനെ ഞാനൊരു റിബൺ വെച്ച് ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനർ ഞാൻ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്യട്ടോ ചെയ്തത്. കഴിഞ്ഞിട്ടുള്ള ഒന്നിന്റെ പോലും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഡെക്കറേറ്റ് ചെയ്യണത്. ടേബിൾ ഡെക്കറേറ്റ് ചെയ്യണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാൻഡിൽസ് റിബൺസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതിന്റെ ഒന്നിന്റെ എനിക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അബ്ദു വരാനുള്ള ടൈം ആയി തുടങ്ങണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആള് ഡോറിൽ വന്ന് മുട്ടുമ്പോൾ ഞാൻ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അടിയിൽ ഫുള്ള് മെസ്സായി കിടക്കണം ക്ലീൻ ചെയ്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ഒരു കുട്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ തിരക്കിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചുതരാം. സോ ഇതാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ബീഫ് റോസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. പിന്നെ അതിന് പൂരിയായിരുന്നു, അതേപോലെ തന്നെ ഇടിയപ്പമായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി സർപ്രൈസ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.